മലയാള സാഹിത്യത്തിൽ വീണ്ടും പുരസ്കാര വിവാദം. റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം എഴുതിയ അഖിൽ പി ധർമ്മജന് കേന്ദ്ര യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചതിനെ വിമർശിച്ച് എഴുത്തുകാരി ഇന്ദുമേനോൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. അഖിൽ പി ധർമ്മജനെ അനുകൂലിക്കുന്നവരും ഏറെയാണ്. സോഷ്യൽ മീഡിയയിലും ചർച്ച സജീവമാണ്. അഖിൽ പി ധർമ്മജൻ എഴുതിയ റാം കെയർ ഓഫ് ആനന്ദിക്ക് കേന്ദ്ര യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാണ് എഴുത്തുകാർക്കിടയിലെ പുതിയ വിവാദം. കേന്ദ്ര പുരസ്കാരം കിട്ടാൻ തക്ക മൂല്യമുള്ള എഴുത്തല്ല എന്നതാണ് വിമർശകരുടെ പ്രധാന വാദം. എഴുത്തുകാരിയും മുൻ പുരസ്കാര ജേതാവും കൂടിയായ ഇന്ദുമേനോൻ പങ്കുവച്ച വിമർശനക്കുറിപ്പാണ് വിവാദം കത്തിച്ചത്. പുസ്തകത്തിന് ലഭിച്ച പ്രചാരവും സാമ്പത്തിക നേട്ടവുമാണ് അവാർഡിന് മാനദണ്ഡമായതെന്ന് കൽപ്പറ്റ നാരായണന്റെ വിമർശനം. ലക്ഷക്കണക്കിന് ചെലവായി അതിന് വലിയ പ്രചരണം ലഭിച്ചു. അതിൻ്റെ ഈ ശ്രദ്ധയിൽപ്പെട്ടുപോയ ആളുകൾ അതിന് അവാർഡ് കൊടുക്കുമ്പോൾ ഇതായിരുന്നില്ല സാഹിത്യത്തിന് അവാർഡ് കൊടുക്കുമ്പോഴുള്ള പരിഗണനയുടെ മാനദണ്ഡം ഇതുവരെ ഈ കാലം വരെ. അവാർഡിനെ അനുകൂലിച്ച് അശോകൻ ചെരുവിൽ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നതോടെ വിഷയത്തിൽ എഴുത്തുകാർ രണ്ട് തട്ടിലായി. സാഹിത്യത്തിലെ വരേണ്യതയുടെ ഭാഗമാണ് അഖിലിന്റെ പുസ്തകത്തിനെതിരായ വിമർശനമെന്ന് അശോകൻ ചെരുവിൽ. ഒരു തരത്തിലുള്ള വരേണ്യതയാണ് അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. ആ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. പലപ്പോഴും നമ്മൾ പറയുന്ന അഭിപ്രായം, കൃതിയെക്കുറിച്ചുള്ള അഭിപ്രായമാകട്ടെ, അവാർഡിനെ കുറിച്ചുള്ള അഭിപ്രായമാകട്ടെ, മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ തന്നെ ഒരു സൗന്ദര്യ വ്യവസ്ഥതയ്ക്ക് വിധേയമായിട്ടായിരിക്കും പലപ്പോഴും സംഭവിക്കുക. അതാണ് ഞാൻ അതിൻ്റെ വരേണ്യത എന്ന് ഞാൻ അതിനെ ഒരു പ്രത്യേക വാക്ക് ഉപയോഗിച്ച് പറഞ്ഞു. പുരസ്കാരം ലഭിച്ചതിന് വലിയ എഴുത്തുകാർ പോലും വിമർശിക്കുന്നത് എന്തിനെന്നറിയില്ലെന്നും രാഷ്ട്രീയ വിഷയമാക്കരുതെന്നും അഖിൽ പി ധർമ്മജൻ റിപ്പോർട്ടിനോട്. ഒരു കാര്യമില്ലാതെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. എഴുത്തുകാരുൾപ്പെടെ മോശം പറയുന്നുണ്ട്. നമ്മൾ ഒരാളെ കുറ്റം പറയുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. ഒന്നാലോചിക്കുക, ആ നിമിഷം പാഴാണ് നമ്മുടെ ആയുസ്. റാം കെയർ ഓഫ് ആനന്ദിയെ ചൊല്ലി എഴുത്തുകാർ രണ്ട് തട്ടിലായതോടെ സമൂഹമാധ്യമങ്ങളിലും ചർച്ച കൊഴുക്കുകയാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.